നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2024 എത്ര സിനിമകൾ റിലീസ് ചെയ്തു, എത്ര സിനിമകൾ വിജയിച്ചു? 225ഓളം മലയാള സിനിമകളാണ് 2024 പിറന്നത്. അതിൽ വളരെ തുച്ഛമായ സിനിമകൾ മാത്രമേ ഉള്ളൂ ബ്ലോക്ക് ബസ്റ്റർ സിനിമ നേടിയത്. അതിന് ഏതാണ്ട് 25ഓളം വരുന്ന സിനിമകളാണ് ബോക്സ് ഓഫീസിൽ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. അതിൽ മലയാളത്തിൽ സൂപ്പർ സ്റ്റാറായിട്ടുള്ള മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും സിനിമകൾ 2024 ബോക്സ് ഓഫീസിൽ അമ്പെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2024 ടോപ്പ് 1 നിൽക്കുന്നത് സൗബിൻ നായകനായിട്ടെത്തിയ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയാണ്. 20 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. സിനിമ വേൾഡ് വൈഡിൽ നിന്നും മൊത്തത്തിൽ തൂത്തുവാരിയത് 242 കോടിയോളം രൂപയാണ്. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ വിജയം നേടിയ ഒരു സിനിമയായിട്ടാണ് മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ നിൽക്കുന്നത്. അതിനുശേഷം തിയേറ്ററിലെത്തിയ ദ ഗോഡ് ലൈഫ്, നമ്മുടെ പൃഥ്വിരാജ് നായകനായിട്ടെത്തി ബ്ലസ്സി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. 30 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. ആകെ ടോട്ടൽ വേൾഡ് വൈഡ് ഈ സിനിമ നേടിയിരിക്കുന്നത് 160 കോടി രൂപയാണ്. ഫഹദ് ഫാസിൽ നായകനായിട്ടെത്തിയ ആവേശം, മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ, 20 കോടി ബഡ്ജറ്റ് ഇറങ്ങിയ സിനിമ, 156 കോടി രൂപയാണ് വേൾഡ് വൈഡിൽ നിന്നും സിനിമ സ്വന്തമാക്കിയത്. അതിനുശേഷം തിയേറ്ററിലെത്തിയ ഗിരീഷ് ഐഡി സംവിധാനം ചെയ്ത് നസ്ലിൻ മമിത താരജോഡികൾ എത്തിയ പ്രേമലു സിനിമ സ്വന്തമാക്കിയത് 136 കോടി രൂപയാണ്. ടൊവിനോ തോമസ് ഇരട്ട വേഷത്തിലെത്തിയ ARM അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ 20 കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത്. 100 കോടിയാണ് സിനിമ സ്വന്തമാക്കിയത്. 3D ചിത്രമായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തിയത്. അതിനുശേഷം നമ്മുടെ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഗുരുവായൂർ അമ്പല നടയിൽ 90 കോടി രൂപയാണ് വേൾഡ് വൈഡിൽ നിന്നും ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ കഥയെഴുതി സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ ഒന്നിച്ചഭിനയിച്ച സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. സിനിമയും ബോക്സ് ഓഫീസിൽ വലിയൊരു കളക്ഷൻ നേടി. വേൾഡ് വൈഡിൽ നിന്നും 83 കോടി രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്. 10 കിഷ്കിന്ധ കാണ്ഡം 15 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. സിനിമ വിജയരാഘവൻ, ആസിഫ് അലിയാണ് മെയിൻ കഥാപാത്രമായിട്ട് എത്തിയത്. മലയാള സിനിമയിൽ ഒരു പുതുമ കൊണ്ടുവന്നിട്ടുള്ളൊരു സിനിമ, ഒരു ക്രൈം ത്രില്ലർ ജോണറിൽ എത്തിയിട്ടുള്ളൊരു സിനിമയായിരുന്നു. 75 കോടി രൂപയാണ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. എക്കാലത്തെയും ആക്ഷൻ ചിത്രങ്ങൾ ഒരുക്കുന്ന വൈശാഖ് മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ പിറന്ന മമ്മൂക്കായുടെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമയായിട്ടുള്ള ടർബോ സിനിമ 30 കോടി ബഡ്ജറ്റിലാണ് സിനിമ ഇറങ്ങിയത്. സിനിമ വേൾഡ് വൈഡിൽ നിന്നും ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് 97 കോടിയോളം രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്. അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു മമ്മൂക്കായുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ടുള്ള ബ്രഹ്മയുഗം തിയേറ്ററിലേക്ക് എത്തിയത്. 4 കഥാപാത്രങ്ങൾ മാത്രമുള്ള ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മലയാളത്തിന്റെ പരീക്ഷണ ചിത്രമായിട്ടാണ് തിയേറ്ററിലേക്ക് എത്തിയത്. കൊടുമൺ പോറ്റി എന്ന കൊടൂരമായിട്ടുള്ള ഒരു ചാത്തന്റെ ക്യാരക്ടറാണ് മമ്മൂക്ക ഈ സിനിമയ്ക്കകത്ത് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിത്തെരിച്ചു എന്ന് തന്നെ പറയാം. സിനിമ 65 കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയത്. അവസാനമായിട്ട് ഇറങ്ങിയ സൂക്ഷ്മദർശിനി, റൈഫിൾ ക്ലബ്ബ്, ഇതെല്ലാം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുള്ള സിനിമകളാണ്. അവസാനം തിയേറ്ററിലെത്തിയ ഉണ്ണിമുകുന്ദൻ നായകനായിട്ടെത്തി അനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ എന്ന സിനിമ തിയേറ്ററിൽ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. 100 കോടി ക്ലബിൽ കയറുന്ന ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് മാർക്കോ സിനിമ മാറുന്നു. തിയേറ്ററിൽ അവസാനം എത്തിയത് ലാലേട്ടന്റെ ബാറോസ് എന്ന സിനിമയാണ്. 60 കോടി ബഡ്ജറ്റാണ് ബാറോസ് സിനിമ ഒരുക്കിയത്. എന്നാൽ ബാറോ സിനിമ ഒരാഴ്ച പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 10 കോടിയോളം രൂപയാണ്. വലിയൊരു ഫ്ലോപ്പിലേക്കാണ് സിനിമ പോയിരിക്കുന്നത്. പവി ടേക്ക് കെയർ, നമ്മുടെ ദിലീപ് നായകനായിട്ട് എത്തിയ സിനിമയാണ്. ബോക്സ് ഓഫീസിൽ അമ്പെ പരാജയപ്പെട്ടു പോയ സിനിമയാണ്. അതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള തങ്കമണി കൊലക്കേസ് ഒരു ബഡ്ജറ്റിലാണ് സിനിമ ഇറങ്ങിയെങ്കിലും ബോക്സ് ഓഫീസിൽ 10 പൈസ തൊടാതെ പൊട്ടിപ്പാളിസായി പോയിട്ടുള്ള സിനിമയാണ്. 2024 വരുമ്പോഴത്തേക്ക് മലയാള സിനിമയുടെ സുവർണ്ണ നേട്ടമായിട്ട് തന്നെയാണ് കരുതുന്നത്. കാരണം മലയാള സിനിമയിൽ പിറക്കാത്ത വലിയ ഹിറ്റുകൾ നേടിയിട്ടുള്ള ഒരു വർഷമായിട്ട് 2024 മാറുന്നു. 2025 വരുമ്പോൾ ഒരു പിടി നല്ല സിനിമകളുടെ അപ്ഡേഷനുകളുമായിട്ടാണ് ഇനി മലയാള സിനിമ മുന്നോട്ട് പോകാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക.